SSLC ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് 90+ മൈ ട്യൂഷൻ ആപ്പ് ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സ്. രാഗവൈഭവങ്ങളുടെ പാട്ട് പൂന്തോപ്പിലേക്ക് കോഴിക്കോടിന്റെ സ്വന്തം ദേവൂട്ടി എത്തുന്നു. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. മിനുമിനുങ്ങണ കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ വരുന്നു സുബ്ബുലു. എനിക്ക് ഈ സുബ്ബുലു വളരെ ഇഷ്ടമായി. സുബ്ബു ഇത് എങ്ങനെ ഡെയിലി ഇന്ന് കൂടുതൽ വെച്ച പോലെ തോന്നുന്നു. ഹൈറ്റ് നല്ലതല്ലേ? ദീപിക പദക്കണക്ക് ഭയങ്കര പൂജ ബത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ വേണ്ടേ? മധു ഒരു കാര്യം പറയാം, ഹൈറ്റ് വെച്ച് കളിക്കരുത്. ഞാൻ ഇവിടെ ഒരാളുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ എപ്പോഴും ഹൈറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്, കാരണം വലിയ ഹൈറ്റ് ഇല്ലല്ലോ. ഏത് പാട്ടാ? ഇന്ന് താരാട്ട് റൗണ്ടില് ജാനകിയമ്മ പാടിയ വീണേ വീണേ വീണ വീണ കുഞ്ചേ. അതല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
MS ജി ഓ വളരെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. അനുപല്ലവിയുടെ അവസാനവും ചരണത്തിന്റെ അവസാനവും ഗ്രേറ്റ് എക്സ്പ്രഷൻ, ഗ്രേറ്റ് എക്സ്പ്രഷൻ. താങ്ക് യു സർ. കാരണം അവിടെ പാടാനും ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനൊരു റിയാലിറ്റി ഷോയിൽ നിന്ന് പാടുമ്പോൾ നമ്മൾ വെളിയിലൊരു ഗാനമേളയ്ക്ക് പാടുകയാണെങ്കിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരിക്കും. പക്ഷെ ഇത് ഇത്രയും പേര് ജഡ്ജ് ചെയ്യാനിരിക്കുന്നു. ഇത് ലോകം മുഴുവൻ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ദ ബിഗ് മ്യൂസീഷ്യൻസ് ടോപ്പ് ബാൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അവിടെ ശ്രുതിയൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് പാടി നിർത്തി വീണേ എന്ന് തുടങ്ങണമെങ്കിൽ അത് നല്ല സെൻസിബിളായിട്ടുള്ള ഒരു പാട്ടുകാരിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിന് ഞാൻ വലിയൊരു കൈയടിയിരുന്നു. താങ്ക് യു സർ. ഇത് രാജാ സാറിൻ്റെ ഒരു മുദ്രയും പിന്നെ വേറൊരു മുദ്രയും കൂടെ ഉണ്ട്, കാവാലൻ സാറിൻ്റെ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ജാനകി അമ്മ പാടി. വെരി ഗുഡ്, നന്നായി. സുഗുലു എന്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു, എസ്പെഷ്യലി ചരണത്തില്. അഫ്കോഴ്സ് അനുപല്ലവി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും ചരണം ഇത് ഓൾമോസ്റ്റ് ഏകദേശം ഒരു 16 bars അല്ലേ അവിടെ, ഒരു ശ്രുതിയില്ലാതെ. പിന്നെ അത് കറക്റ്റായിട്ട് പെട്ടെന്ന് എടുക്കുന്നത് അത് മാജിക്കലായിരുന്നു. ഓരോ വാക്കും പറയുന്നതും ആ നോട്ട്സ് കൊണ്ട് അങ്ങനെ വാരി എംബ്രേസ് ചെയ്തു എല്ലാവരെയും. സോ ബ്യൂട്ടിഫുൾ, ഇറ്റ് സോ ഹെവൻലി. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഈ എക്സ്പ്രഷൻസിന് പറയുന്ന കാര്യം നമുക്ക് പാട്ട് പഠിപ്പിച്ചു തരാം. ഒരു പാട്ട് കേൾക്കും, പക്ഷെ ആ പാട്ടിന്റെ ജീവൻ ഉൾക്കൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് വീണ്ടും ജാനകി അമ്മ പോലെ ഇങ്ങനെ എക്സ്പ്രഷൻസ് പാടണമെങ്കിൽ അത് പഠിപ്പിച്ചു വരുന്ന കാര്യമല്ല മോളെ, അത് ദൈവമായിട്ട് അനുഗ്രഹിക്കണം. അപ്പോ നമ്മുടെ കുട്ടികളെ എല്ലാവരും ദൈവം ഒരുപാട് അനുഗ്രഹിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇനിയും അനുഗ്രഹിക്കട്ടെ, അതാണ് എൻ്റെ പ്രേയസ്. ഇപ്പൊ രാജാ സാറിനുള്ളതൊരു എന്താ പറയാന്നാ, ജീനിയസ് ആണ്. ആ പാട്ട് കൊണ്ടുവന്നതിന് ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു. കുഞ്ഞേ കുഞ്ഞേ സുബ്ബു കുഞ്ഞേ. നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. പ്രത്യേകിച്ച് ജാനകി അമ്മയുടെ പോലെ ആ ഹസ്കി വോയിസ് അവിടെ ആ ചരണത്തിലും അനുപല്ലവിലും എൻഡ് പോർഷൻ അത് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുവന്നു. താങ്ക് യു സർ. ഇത് രാജസാറിന്റെ മോഹനാണ്, നല്ല തല ഉയർത്തി നിൽക്കുന്ന ഗജവീരന്റെ പോലത്തെ രാജസാറിന്റെ മോഹനം. ഇനി വിദ്യാജിയുടെ ഒരു മോഹനമുണ്ട്, അത് നമുക്ക് ഓക്കെ. രാജസാറിന്റെ പാട്ടുകൾ വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടം. ആ അല്ലെ, ഇടയ്ക്കിടയ്ക്ക് രാജസാറിന്റെ പാട്ടുകൾ കൊണ്ടുവരുന്നുണ്ട്, അതാ ചോദിച്ചത്. ആണോ? ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഈ സിനിമ 1982 ആലോലം എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമ സംവിധാനം ചെയ്ത ആളാണ് മോഹൻ. ഈ പാട്ടും ഈ പറഞ്ഞ പോലെ മോഹനമാണ്. അതെ അതെ അതെ. അപ്പൊ ഈ സിനിമയിൽ ഞാനില്ല. മോഹൻ എന്ന് പറയുന്ന സംവിധായകൻ ഞാനും ഡേവിഡ് കാച്ചപ്പള്ളിയും കൂടി എടുത്തിട്ടുള്ള സിനിമയുടെ സംവിധായകനാണ്. വിട പറയും മുമ്പേ, പിന്നെ ഇളക്കങ്ങൾ, അങ്ങനെ പല സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ പടത്തിനകത്ത് നെടുമുടി വേണുവും അതുപോലെ തന്നെ നമ്മുടെ ഗോപി അണ്ണൻ മരിച്ചുപോയി, അവരൊക്കെ അസലായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. പക്ഷെ ആ സിനിമയിൽ ഞാനില്ല എന്ന് പറയുന്നതിൽ ഒരു ചെറിയ കാര്യം, അന്ന് ഞാനും മോഹനും തമ്മിൽ എന്തോ ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, സൗന്ദര്യപ്പിണക്കം. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് നല്ല റോൾ ഉണ്ടാവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും അത് വിട്ടേക്കും. അപ്പൊ എൻ്റെ ആദ്യത്തെ സിനിമ വിട പറയും മുമ്പേ എന്നുള്ള സിനിമയിൽ കാവാലം നാരായണപ്പണിക്കരാണ് പാട്ട് എഴുതിയത്. അത് സംഗീതം ചെയ്ത് നമ്മുടെ MB ശ്രീനിവാസനാണ്. അപ്പൊ നമ്മൾ മദ്രാസിൽ വുഡ്ലാൻഡ്സ് ഹോട്ടലിലിരുന്ന് ഒരു മുറിയിലിരുന്ന് അവിടെ ഹാർമോണിയം അതൊക്കെ വെച്ചിട്ട് ഇതിന്റെ സംഗീതം ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാട്ട് ഇതാണ്: ഉല്ലല ചില്ലല തെന്നലിൽ ചിന്നുന്ന തൊങ്ങലിളക്കി. അത് നെടുമുടി വേണു ഒരു കടപ്പുറത്ത് നിന്നിട്ട് അയാൾ പട്ടം പറപ്പിച്ചിട്ട് പാടുകയാണ്. അപ്പൊ ഇദ്ദേഹം അതിന്റെ ട്യൂൺ ചെയ്താര് MB ശ്രീനിവാസൻ. പണിക്കർ സാറും അവിടെ ഇരിപ്പുണ്ട്, ഞാനുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം പാടിയത് ഇങ്ങനെയാണ്: ഉല്ലല ചില്ലല
തെന്നലിൽ ചിന്നുന്ന തൊങ്ങലിളക്കി മേൽ തൂങ്ങി. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിങ്ങനെ നല്ല സ്പീഡിൽ വരണം ഈ ട്യൂൺ, ഈ പാട്ട് പാടുമ്പോൾ. കാരണം ഇത് പട്ടം പറപ്പിച്ചിട്ട് കുട്ടികളുടെ കൂടെ കടപ്പുറത്ത് കിടന്ന് പാടുന്ന പാട്ടാണ്. മോഹനും ഞാനും കൂടിയൊക്കെ സംസാരിച്ച എന്നോട് പറയാം. ഞാൻ പറഞ്ഞു ഞാനൊന്നും പറയില്ല, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഞാൻ ഇല്ല. അപ്പം അങ്ങനെ നമ്മൾ പണിക്കർ സാറിനെ വിളിച്ചിട്ട് പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് സ്പീഡാക്കണല്ലോ. അപ്പം പണിക്കർ സാറ് പറഞ്ഞു ഞാനും പറഞ്ഞു. അങ്ങനെ പണിക്കർ സാറ് വന്ന് അവിടെ ചങ്ങളപ്പടി ഇട്ടിരുന്ന് MB ശ്രീനിവാസനോട് പറഞ്ഞു ഇതിലൊന്ന് പിടിച്ചു നോക്കി. അങ്ങനെയാണ് ഈ പാട്ട് ഉല്ലല ചില്ലല തെന്നലിൽ ചിന്നുന്ന തൊങ്ങലിളക്കി അങ്ങനെ വന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള വലിയ ആളുകളുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇതിങ്ങനെ പറയാൻ തോന്നിയത്. മനസ്സിലായി? പിന്നെ ഈ ആലോലം എന്ന് പറയുന്ന സിനിമ, അദ്ദേഹത്തിൻ്റെ സംവിധായകൻ മോഹൻ, അതിൽ അഭിനയിച്ച ആളുകൾ ഗോപിയണ്ണനാണെങ്കിലും നെടുമുടിയാണെങ്കിലും അസൽ KR വിജയുണ്ടെന്ന് തോന്നുന്നു, അസലായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു സിനിമയാണ്. ഈ ഗാനവും അതുപോലെ തന്നെ മനോഹരമായതാണ്. മോള് ഈ പാട്ട് ഇവിടെ എടുത്തു കൊണ്ടുവന്ന് ഒന്ന് പാടിയത് കൊണ്ടാണ് എനിക്കിതൊക്കെ പറയാൻ സാധിച്ചത്. നന്നായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു സർ. അപ്പോ MSG ഇന്ന് MSGക്ക് കിട്ടുന്ന മാർക്ക് 9.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. 10 ഞാൻ ജസ്റ്റ് ഒരു 0.5 എടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര ആയി? 9.5. ഓക്കെ, പിടിച്ചോ. താങ്ക് യു മാം. ദേവനന്ദ കുട്ടിക്ക് ഞാനും തരുന്നു 9.5. താങ്ക് യു സർ. So you got 28.5 out of 30. താങ്ക് യു. വിച്ച് മീൻസ് ഇന്ന് മോൾക്ക് കിട്ടുന്ന ഗ്രേഡ് എന്താണ്? ഗോൾഡൻ ക്രൗൺ. താങ്ക് യു. ഒരു കുഞ്ഞു പൂക്കുട്ടി പോരട്ടെ. So congratulations, you are awarded a golden crown. അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകരും പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ബൈ. മനസ്സിൽ അഴകിന്റെ സംഗീതം നിറവേകിയ നമ്മുടെ കുഞ്ഞി പാട്ടുകാരി. വെൽക്കം വൈക നികേഷ് ഓൺ സ്റ്റേജ്. നമസ്കാരം വൈകുകുട്ടി. നമസ്കാരം. ഏത് പാട്ടാ? കുറുകുറു മച്ചം പെണ്ണുണ്ടോ. ഏത് സിനിമ? സിനിമ കുപ്പിവള. കുപ്പിവിള. ആര് പാടിയത്? ആരെഴുതി? ഈശ്വരിയമ്മ പാടിയത്. P. ഭാസ്കരൻ മാസ്റ്റർ രചന, ബാബുരാജ് മാസ്റ്റർ സംഗീതം. ഓ ശരി, അപ്പൊ തുടങ്ങാൻ നോക്കല്ലേ? അല്ലേ മധു? തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. കുറുകുറു മച്ചം പെണ്ണുണ്ടോ, കുഞ്ഞാലി മച്ചം പെണ്ണുണ്ടോ, സാമസരക്കാ
വൈകക്കുട്ടി, ഓ നല്ല സെലക്ഷൻ. മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഒരു മീഡിയം പിച്ചില് കുറച്ച് കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ മോള് പാടിയിട്ടുണ്ട്. ഒരു ഇതൊരു ഭയങ്കര ടഫ് സോങ് അങ്ങനെയൊന്നും പറയാനില്ല. നല്ല പാട്ട്, മോള് നല്ല രീതിയിൽ പാടി. എനിക്ക് പിന്നെ ഈ കുറുകുറു മച്ചമാണോ മെച്ചമാണോ? പാടിയിരിക്കുന്നത് മച്ചം എന്നാണ്. ഒന്ന് പാടാം. കുറു കുറു മച്ചം പെണ്ണുണ്ടോ, കുഞ്ഞാലി മച്ചം പെണ്ണുണ്ടോ, സാമസരക്കാ പെണ്ണുണ്ടോ, സരക്കാ ബീവിടെ മാറനക്ക്. കൊള്ളാം, നല്ല രസമുണ്ട്. മോളെ ഈ പാട്ട് എടുത്തോണ്ട് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ മോളെ. കാരണം അക്ഷരസ്ഫുടത എവിടെയോ ഒരു എണ്ണം പാടിയപ്പോഴത്തേക്ക് ഒരു അനുപല്ലി ഒന്ന് പഠിക്കും. മാരനെ കണ്ടാൽ ചേലാണ്, കബൂല് പറഞ്ഞാൽ കോളാണ്, താമസം പെണ്ണിന്റെ ഹരമാണ്, പിന്നെ ഏഴാം ബഹറിന്റെ തരമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. കണ്ട ആ അക്ഷരങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ട്. നേരത്തെ ഒളിഞ്ഞിരുന്ന ഒരു മൂടിക്കിടന്ന ചില ഇതൊക്കെ നമ്മളെടുത്ത് ദൂരെ കളഞ്ഞപ്പോഴത്തേക്ക് ക്ലിയറായി, നല്ല ക്ലാരിറ്റി വന്ന അക്ഷരത്തിന്. വന്ന പോലാണോ വൈകുട്ടി ഇപ്പോഴും? അതാണ് ടോപ്പ് സിംഗറിന്റെ ഒരു മാജിക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പാട്ട് വളരെ നന്നായി. ഈ പെണ്ണിന് പറ്റിയ മാരനുണ്ടോ എന്ന് ഭാസ്കര മാഷ് എഴുതാനുള്ള കാരണം അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം എന്നെ കണ്ടിരുന്നുവെങ്കിൽ പെണ്ണിന് പറ്റിയ മാരനുണ്ടോ എന്ന് എഴുതില്ലായിരുന്നു. ഇത് തന്നെയാണ് ബാബുരാജ് സംഗീതം നൽകിയപ്പോൾ അതിന് അത്രയും കൊഴുപ്പ് കൂട്ടാനുള്ളൊരു കാരണം എന്നെ കാണാത്തതുകൊണ്ടാണ്. ഈ സിനിമയിൽ അഭിനയിച്ച 2 പേര് മരിച്ചുപോയി. ഒന്ന് സുകുമാരി ചേച്ചി, ഒന്ന് സുകുമാരൻ. അവരുടെ കൂടെ ഞാൻ വേറെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഞാൻ കണ്ടില്ലെങ്കിലും ഈ പാട്ട് ഒരുപാട് റേഡിയോയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം എന്തായാലും ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്കും കേൾക്കാനായിട്ടുള്ളൊരു അവസരമായി. കുട്ടി നന്നായിട്ട് പാടിയിട്ടുണ്ട്. തെറ്റുകളൊന്നും ഈ അങ്കിളിന് ഏതാണെന്ന് നോക്കി പറയാൻ അറിയില്ല. അറിഞ്ഞാൽ പറയും, എന്നാൽ അതൊന്ന് പാടി കേൾപ്പിക്കാൻ പറയും. അതുകൊണ്ട് എല്ലാം ശരിയാണ്. ഓക്കെ. വൈകക്കുട്ടി, ഇന്നത്തെ ഉടുപ്പ് വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ പാട്ടും നന്നായി. താങ്ക് യു സർ. മോളുടെ ആ റേഞ്ചിന് പറ്റിയ പാട്ട് മോള് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പാടി ഇന്ന്. അതെന്തായാലും വളരെയധികം അപ്രീഷിയേറ്റ് ആവുന്ന കാര്യമാണ് കേട്ടോ. താങ്ക് യു സർ. ഇത്രയും ചുരുങ്ങിയ നാളുകൾ കൊണ്ട്, കുറച്ച് മാസങ്ങൾ കൊണ്ട് മോൾക്ക് നല്ല 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 വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു മാപ്പിളപ്പാട്ട് ദാസേട്ടൻ പാടിയ പാട്ടാണ് ഓർമ്മ വരുന്നത്. കോനമറാൽ മക്കാവ് വിട്ട നബി പക്കാ മദീന തണവായി ആറേതും എത്തിടുക ഈരാറു മൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ അക്കാന കോനമറാൽ മക്കാവ് വിട്ട നബി പക്കാ മദീന തണവായി ആറേതും എത്തിടുക ഈരാറു മൊത്ത ഷഹർ ബാറാൽ പൊറുത്ത പിറകേ. ഇതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേട്ടാ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാൻ. ഇപ്പൊ ചേട്ടനൊരു TV ചാനൽ തുടങ്ങാണെന്ന് വെച്ചു. എന്തായിരിക്കും അതിനൊരു പേരിടുന്നത്? അതിൽ ചേട്ടൻ എന്ത് പരിപാടി ചെയ്യും? അതിന് എൻ്റെ പേരായിരിക്കും ഇന്നസെന്റ് ചാനൽ. ഇന്നസെന്റ് ചാനൽ. അത് കൊള്ളാം അല്ലേ? വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ചാനൽ. അതിൽ ചേട്ടൻ എന്ത് പ്രോഗ്രാം ചെയ്യും? ഞാൻ അതില്, കാരണം ഇത് മുന്നോട്ട് പോണല്ലോ, അപ്പൊ ഒരു പ്രോഗ്രാം ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. ചേട്ടൻ ചാനൽ തുടങ്ങുന്നില്ല? ഞാൻ തുടങ്ങുന്നില്ല. അല്ല, ഇത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും വന്നാലോ? ചാനൽ തുടങ്ങും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ കുറെ നാള് ആ ആള് എന്റെ പിന്നാലെ നടക്കും. അവന്റെ കാശൊക്കെ ഞാൻ അടിച്ചെടുക്കും. അതന്നെ. നമ്മൾ ചില ആൾക്കാരുടെ സിനിമ ഇനി വേണ്ട എന്ന് പറഞ്ഞാലും കേൾക്കാത്ത ആൾക്കാരുണ്ട്. പിന്നെയും അവർ സിനിമ. ഒരു ചെറിയ സംഭവം പറയാൻ, ഞാൻ എൻ്റെ കൂടെ അഭിനയിച്ച ഒരു കുട്ടി തിരുവനന്തപുരത്തായിരുന്നു. ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അവർ ദുബായിലാണ് അവരുടെ വീട്. അപ്പോൾ അവർ ആ കുട്ടിയെയും കൊണ്ടുവന്നു. അപ്പോൾ അവർ എന്നോട് അവസാനം പറഞ്ഞു, ഞങ്ങളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഈ കുട്ടിക്ക് ഒരു റോളിനാണ്, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. 10 വയസ്സ് അങ്ങാണ്ടുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ആ സിനിമ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞു, ആ സിനിമ നിന്നു. നെടുമുടി വേണു, മേനക, ഞാനൊക്കെ ഉണ്ട് ആ സിനിമയ്ക്കകത്ത്. അങ്ങനെ ആ സിനിമയൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവരായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ ഒരു ദിവസം പറഞ്ഞു, ബാക്കിയുള്ളത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ബാക്കിയുള്ളത് ഇനി എടുക്കണ്ട. കാരണം സിനിമ പൊളിയെന്നുള്ളത് സംവിധായകനും അറിയില്ല, ഇവർക്കും അറിയാം, എനിക്ക് നന്നായിട്ടറിയാം. തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പൊളിയാൻ പോവാണ്. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ സത്യ പറയാൻ കേട്ടോ, അവരോട് ഞാൻ പറഞ്ഞു,
നിങ്ങൾക്ക് ഇനി എത്ര കാശ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ആ സമയത്തുള്ള പണ്ടാണ്, ഇനി എത്ര കാശ് ഇനി മുടക്കേണ്ട വരും? ഇവർ പറഞ്ഞു ഇനി ഞങ്ങളൊരു 3.5 ലക്ഷം കൂടി ചിലവാക്കി കഴിഞ്ഞാൽ ഈ സിനിമ ഇറങ്ങും. ഞാൻ ഇനി ഒരു കാര്യം പറയാം, ഒരു 4 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരാം. അതെങ്ങനെ? അത് നിങ്ങൾ അന്വേഷിക്കണ്ട. അപ്പം നെടുമുടി വേണുണ്ട്, എൻ്റെ കൂടെയുണ്ട്, പകുതി കാശ് എനിക്ക് തരുമെന്ന് ചോദിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, നശിക്കാൻ പോണ അവരോട് പകുതി കാശ് എനിക്ക് തരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് ഞെട്ടിയിട്ട് പറഞ്ഞു, അല്ല അതെങ്ങനെയാ അങ്ങനെ പറ്റുക, നിങ്ങൾക്ക് 2 ആൾക്കും കൂടി 50,000 രൂപ വെച്ച് തരാനാണ്. നെടുമുടി വേണം. അപ്പൊ വേണു കാണിക്കണ്ട, ഇയാൾ എന്താ അക്രമമാണ് ഞാൻ പറയണത്, വെറുതെ നിൽക്കുന്ന ആൾക്കാരോട് ലാഭം ചോദിക്കുകയാണോ ഞാൻ? അപ്പൊ വേണുവിന് എവിടേക്കാണ് ഞാൻ പോണേന്നുള്ളത് പിടികിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ട് വേറെ എന്താ ഭർത്താവിനോട് അവരോടൊക്കെ ചോദിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 4 ലക്ഷം രൂപ ചോദിച്ചു തരാം. ഞാൻ പറഞ്ഞു അതാണ് നിങ്ങളുടെ ലാഭം. അപ്പൊ എന്ത് ചെയ്യണം? ഇനി എത്ര രൂപ ഇറക്കണം? ഇനി ഒരു 4 ലക്ഷം രൂപയോളം ഇറക്കണം, ഈ പണം പൂർത്തിയാവണേ. അതാണ് നിങ്ങളുടെ ലാഭം, അത് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. അത് നഷ്ടമായിട്ട് പോകാൻ പോകണം ആ 4 ലക്ഷം. അതാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത അപ്പൊ അതെങ്ങനെയാ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ സിനിമ നമ്മൾ കേൾക്കാതെ അവര് അത് ഇറക്കി ആ കാശ് മുഴുവൻ പോയി. ഹായ് നർഗീസ് കുട്ടി, ഇത് ഒരു സ്മാർട്ട് സെലക്ഷൻ ആയിരുന്നു അല്ലേ? പാട്ടിന്റെ സെലക്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വൈഗയ്ക്ക് പറ്റിയ, വൈഗയുടെ ലിമിറ്റേഷൻസ് എല്ലാം മനസ്സിൽ കൊണ്ട് നല്ല റേഞ്ച്, കറക്റ്റ് റേഞ്ചുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്ത് വളരെ ക്ലീൻ ആയിട്ട് ഇന്ന് അവതരിപ്പിച്ചു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എസ്പെഷ്യലി അനുപല്ലവിയിൽ ആ ഒരു സംഗതി വരുന്നല്ലോ, അത് നർഗീസിന്റെ ഒരു ട്രേഡ് മാർക്ക് ഒരു സംഗതിയാണ്. അത് എപ്പോഴും ഒരു നർഗീസിന്റെ വോയിസിൽ ഒരു ആന്റിക് ഫീലുണ്ട്. ആ പഴം പാട്ടിന്റെ ഒരു മണം, അത് എന്തോ അങ്ങനെയുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. അതാണ് നർഗീസിന്റെ ഒരു തനിമ. അത് ഈ പാട്ടിന് വളരെ സൂട്ടായി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ തന്നെ ഓരോ റൗണ്ടിലും വളരെ ഇന്റലിജന്റ് ആയിട്ട് പാട്ട് സെലക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ. സൂപ്പർ, താങ്ക് യു. വെൽക്കം. അപ്പൊ വൈഗക്കുട്ടി അങ്കിൾ തരുന്ന മാർക്ക് 8.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. പിടിച്ചോ, ഇനി ഒരു 8.75. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു സാർ. താങ്ക് യു. മധു അങ്കിൾ മോൾക്ക് തരുന്നു 8.75 again. താങ്ക് യു സർ. So വൈഗക്കുട്ടി you got 26.25 out of 30. താങ്ക് യു സർ. അപ്പൊ ഇന്നത്തെ പാട്ടനുസരിച്ച് മോൾക്ക് കിട്ടുന്ന ഗ്രേഡ് A Extreme. താങ്ക് യു സർ. ആദ്യ ഒരു കുപ്പിവളപ്പൂക്കുറ്റി. Congratulations, you are awarded A Extreme. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ എല്ലാ പ്രേക്ഷകരും പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. മീനു ചേച്ചി, എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. എല്ലാവരോടും എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ആണോ? ഇതൊരു ട്രിക്ക് ക്വസ്റ്റ്യൻ ആണോ? കുസൃതി ചോദ്യം. ചോദ്യം. ജയിക്കും തോറും പുറകോട്ട് പോകുന്ന ഒരു കളി. വടംവലി. കറക്റ്റ് ഉത്തരം. കുറച്ചുകൂടി സമയം എടുത്ത് പറയാമോ? ഇതുപോലത്തെ എല്ലാ കൂട്ടുകാരും ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണല്ലോ. പഠിക്കുമ്പോൾ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതല്ലേ നിങ്ങൾ നേരിടുന്ന മെയിൻ പ്രോബ്ലം? എന്നാൽ 90+ മൈ ട്യൂഷൻ ആപ്പിൽ എക്സാം ഓറിയന്റഡ് ആയി തയ്യാറാക്കിയിരിക്കുന്ന ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എത്തും മുൻപേ തന്നെ കൂട്ടുകാർക്ക് 90+ മാർക്ക് ഉറപ്പാക്കാൻ കഴിയും. കംപ്ലീറ്റ് സിലബസ് റിവൈസ് ചെയ്യാൻ ഓരോ ചാപ്റ്റേഴ്സും വീഡിയോസ് രൂപത്തിൽ ആനിമേറ്റഡ് വിഷ്വൽസ് ഉപയോഗിച്ചാണ് 90+ ഒരുക്കിയിട്ടുള്ളത്. സോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. മധുര സംഗീതത്തിന്റെ വെണ്ണില ഒഴുകുന്ന ആലാപന വേദിയിൽ തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ സ്വന്തം അക്ഷിത് എത്തുന്നു. വെൽക്കം അക്ഷിത് ഓൺ സ്റ്റേജ്. കനവുകളിൽ പുതുമഴയായി പെയ്തു, നിലവുകളിൽ പൂങ്കനികൾ നെയ്തു. മുടി വെട്ടിയോ? മുടി വെട്ടി. മുടി വെട്ടിയോ? മനസ്സിലായിട്ട് അയ്യോ, ഇതാണ് 2-3 പേര് പറഞ്ഞത്. എന്തേ? ഇന്നലെ ഏതോ പത്രത്തിലുണ്ടായിരുന്നു. അതെ, ടോപ്പ് സിംഗറിൽ മത്സരിക്കുന്ന അക്ഷരത്തിന്റെ മുടി വെട്ടിയിരിക്കുന്നു പറഞ്ഞ ന്യൂസ്. മുടി വെട്ടി. അതെ. അവസാനം അവിടെ അടി ഉണ്ടായോ? ഇല്ലല്ലോ. അതാണ് ഹെഡ്ലൈൻ, അതാണ് മുടി വെട്ടിയതിന് അടി. നീ അവിടെ അടി ഉണ്ടാക്കിയോടാ? അടി ഉണ്ടാക്കി, അവൻ അടി ഉണ്ടാക്കി. കാരണം അവന്റെ ഒരു സൈഡ് തേഞ്ഞു പോയി, കണ്ടില്ലേ?
അത് വൺ സൈഡ് അടിച്ചതാ. അല്ല, വൺ സൈഡ് അവൻ പറഞ്ഞ ക്ലീൻ ആയിരിക്കണം എന്ന് പറഞ്ഞു, ഒരു സൈഡ് മാത്രം വലുതാക്കി ഒരു സൈഡ് തേച്ച് കളഞ്ഞു. തേച്ച് കളഞ്ഞു. ഇതായി നല്ല രസമുണ്ട്. അതിന് ഇവന് അവിടുന്ന് കത്രിയല്ലേ വെട്ടുന്നത്, അയ്യോ അതെടുത്ത് അയാളെ കുത്തി. പിന്നെ ഭയങ്കര വഴക്കായി. ചെയ്തുള്ളൂ. ഏത് പാട്ടാണ്? ഓമനെ നീ ഒരു ഓമൽ ഭാവഗീതമോ? ഭാവഗീതോ? ഭാവഗീതം. ഭാവ. ഓൾ ദ ബെസ്റ്റ് അക്ഷിത് കുട്ട. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അക്ഷു, എന്തോ നീ എവിടാ മുടി വെട്ടിയേ? അതെന്തിനാ? എറണാകുളത്താണോ? ആ അതെ എനിക്ക് ആ കടയൊന്ന് പറഞ്ഞു തരുന്നു. എനിക്കൊന്ന് പോയി വെട്ടണം. കാരണം ഇങ്ങനെ സംഗതികൾ വരുമല്ലോ വെട്ടിക്കഴിഞ്ഞാൽ. വളർത്തേരുത് കേട്ടാ. വെട്ടിക്കഴിഞ്ഞപ്പോ സംഗതി എങ്ങനെയാ വേണേ? കിടുകിടുകിടുകിടുകിടുകിടുകിടുകിടുന്ന് ഇങ്ങനെ വീഴുകയല്ലേ? അനുപമല്ലയോ അതിന്റെ സംഗതി ഒന്ന് കേട്ടോ. അനുപമമല്ലയോ പ്രിയചലനം സബാഷ്. ഒഴുകുമീ തെന്നലിൻ ലാസ്യനടനം. എന്താണ് ഇത് പാടിയിരിക്കുന്ന? സാക്ഷാൽ എന്താണ് ദാസേട്ടനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സൗണ്ടിൽ ഇത് വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒരു മല ഉരുണ്ട് താഴെ ഒരു നദിയിൽ വന്ന് പൊത്തുവന്ന് പതിക്കുന്നതിൽ ഏറ്റവും താഴെ വരുമ്പോൾ മോൻ കുറച്ചൊരു ഒരു സെമി ടോൺ കൂട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഇതിൽ കൂടുതൽ പാടാൻ പറ്റില്ല. അത്രയ്ക്ക് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ആരും ഈ പാട്ട് എടുക്കാൻ അങ്ങോട്ട് ധൈര്യപ്പെടില്ല. കാരണം ഈ രണ്ട് സംഗതികൾ അവരെ ഇട്ട് പൂട്ടും, ഉറപ്പാണ്. ആര് പാടിയാലും ഇതിനകത്ത് എവിടെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വരും. പക്ഷെ മോന് ഓൾമോസ്റ്റ് ഒരു 98% ഈ പാട്ടിൽ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. മോൻ ആ പാട്ട് സെലക്ട് ചെയ്തതിന് മോൻ ഒരുപാട് നന്ദി. കാരണം വേറെ ഒന്നുമില്ല, ഇതുപോലത്തെ റെയർ സോങ്സ് ഒക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഷോയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഷോയുടെ ഒരു അഭിമാനമാണ്. ടോപ്പ് സിംഗറിൽ അക്ഷിത് ഈ പാട്ട് പാടി എന്ന് പറയുമ്പം അവർ നോക്കുന്ന വേറെ ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ ആരെങ്കിലും കുട്ടികൾ ഇത് പാടുന്നുണ്ടോ? പ്രയാസമാണ്, പാടാൻ പ്രയാസം. മോൻ എടുത്ത് വെച്ച അമ്മാനമാണ്. അവിടാണ് അതിന്റെ സക്സസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അക്ഷത്, എന്തോ ഞാൻ ടോട്ടൽ ഷോക്കിലായി ആദ്യം ആ സംഗതി അനുപല്ലവിയിലെ കേട്ടപ്പോ. ഇത് സാധ്യമാണോ? ഈ പ്രായത്തിൽ ഇങ്ങനെ പാടാൻ പറ്റുമോ ആർക്കെങ്കിലും? അങ്ങനെ ഒരു ഡിസ്ബിലീഫിലാണ് ഞാൻ നോക്കി. പിന്നെ സെക്കൻഡ് സംഗതിയല്ലേ, ആ നെക്സ്റ്റ് ലൈൻ്റെ സംഗതി വന്നു. ഓ മൈ ഗോഡ് യാ, ഈ പ്രായത്തിൽ ഇങ്ങനെ പാടണമെങ്കിൽ അതൊരു വലിയൊരു ദൈവാധീനമാണ് തീർച്ചയായിട്ടും കേട്ടോ. രവീന്ദ്രൻ മാഷിന് ഒരു വലിയ നമസ്കാരം ഫസ്റ്റ്. എന്തൊരു കോമ്പോസിഷനായി ഈ പാട്ട്. അഫ്കോഴ്സ് ഈ സംഗതിയൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കാതരെ പാടിയല്ലേ, കാതരെ, അതൊരു സംഗതി പാടിയ അതൊരു ടച്ച് ചെയ്തപ്പോയി എനിക്ക് അങ്ങനെ ലൈഫ് തന്നെ എന്തോ പോയി പോലെ. അങ്ങനെ ഒരു അല്ല അങ്ങനെയല്ല, അതെന്താ എന്റെ ജീവൻ പോയെന്ന് പറയല്ലേ അവര്. അത് പോട്ടെ, അവിടെ കുഴപ്പമില്ല. അത്രത്തോളം ഭംഗിയായിട്ട് ആ ഒരു നോട്ടില്ലേ, ചിലപ്പോ ആ ഒരു അതാണ് ദൈവം. അത് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടിയല്ലേ, അതെന്തോ ദൈവത്തിന് കാണുന്നത് പോലെ. എനിക്ക് ഒരു പ്രാവശ്യം കൂടി പാടാം. കാതരേ ആ ഒരു ഋഷഭത്തിലല്ലേ എന്തോ അതൊരു ഇന്നസെൻസ് ഉണ്ട് അതിലൊരു സ്വീറ്റ്നെസ് ഉണ്ട്, അതിലൊരു ജീവിതത്തിന്റെ ഒരു ഹോപ്പ് ഉണ്ട്. അങ്ങനെ വരുമ്പോ ഒരു നോട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോ. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് രാജാ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇങ്ങനെ തന്നെ തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. കണ്ണന്നൊരു കൈ കുഴന്തൈ கண்கள் சொல்லும் பூங்கவிதை கண்ணம் சிந்தும் தேனமுதை கொண்டு செல்லும் என் மனதை கையிரண்டில் நான் எடுத்து பாடுகின்றேன் ஆராரோ மைவிழி தாலேலோ മാധവനെ താലേലോ ആരാരിരോ. അങ്ങനെ ഒരു നോട്ട് ഉണ്ട്. ബ്യൂട്ടിഫുൾ സോങ് ആണ്. എന്നാലും അക്ഷത്ത് പാടിയത് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ പാട്ട് ആർക്കും ഇങ്ങനെ സ്റ്റേജിൽ ലൈവായിട്ട് പാടണമെങ്കിൽ പറ്റുന്നില്ല. മോനെ, യു ആർ സോ ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. സൂപ്പർ ആയിരുന്നു മോനെ, വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ടഫായിട്ടുള്ളൊരു പാട്ടാണ്. ഇത് എടുത്ത് പാടാനുള്ള ധൈര്യം കാണിച്ച തന്നെ ആദ്യം തന്നെ വലിയൊരു കയ്യടി. വേറെ എവിടെയും എനിക്കൊരു പ്രശ്നം തോന്നിയില്ല. ഈ സംഗതികൾ ഇപ്പോൾ അവർ പറഞ്ഞില്ലേ, അത് വളരെ ടഫായിട്ടുള്ളതാണ്. മോൻ മാക്സിമം അത് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ടേക്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു, എന്നാലും ചില സ്ഥലത്ത് സ്ലിപ്പായി. രണ്ടാമത്തെ പരിഭവം എന്തിനീ മിഴിയതിൽ രണ്ടാമത് പാടിയിൽ ചെറിയ സ്ലിപ്പ് വന്നു. അനുപല്ലവിയിൽ തെന്നലിൽ ലാസ്യ അവിടെയും ചെറിയ ഒരു തവണ സ്ലിപ്പായി. ജസ്റ്റ് അത് അത്രയും എനിക്ക് തോന്നുന്നു അത്രയും ധൃതി പിടിക്കണ്ട, കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പാടാം. ഈസി. അതെനിക്ക് തോന്നുന്നു അവിടെ ആ സംഗതി എത്തുമ്പോഴത്തേക്കും മോൻ അത് ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ മോനുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു സ്ലിപ്പായി പോകുന്നത്. മോനത്
ശരിക്കും കോൺഫിഡൻസോട് കൂടി പാടിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗിയാവും. ബാക്കിയെല്ലാം സൂപ്പറായിട്ട് പാടി. മോൻ പാടിയ പാടിയപ്പോൾ ഒരു ഓർമ്മ വന്നൊരു പാട്ടാണ് എനിക്ക്. ജാസി ഗിഫ്റ്റ് ചെയ്ത പാട്ടാണ്. ആഹാ. ഗുഡ് ഗുഡ്. മോനെ, എന്തോ നീ നന്നായിട്ട് പാടി എന്ന് എനിക്ക് മനസ്സിലായി. ഇവരെല്ലാവരും പ്രത്യേകിച്ച് പറഞ്ഞപ്പോൾ പിന്നെ അത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ നീ പാടി രണ്ടാമത്തെ വരിക്കോ മൂന്നാമത്തെ വരിയിലോ വെച്ച് ഇവിടെ ശ്രീകുട്ടൻ അങ്കിളും അതുപോലെ തന്നെ അനുരാധ ചേച്ചിയും ഇവരൊക്കെ തമ്മിൽ ഒരു ചിരി നടന്നുകൂടെ. ആ ചിരി നടന്നപ്പോൾ എനിക്ക് പാട്ടിനെ പറ്റി കാര്യമായിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു നിന്നെ കളിയാക്കി ചിരിച്ചതാണോ, നീ തെറ്റിച്ചിട്ട് പാടിയപ്പോൾ ചെയ്തതാണോ എന്നെനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചെറിയൊരു സംഭവം 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത് ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ വിപിൻ മോഹൻ എന്ന് പറയുന്ന ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു. ആ വിപിൻ മോഹന്റെ ഭാര്യ അത് നമ്മുടെ ഡയറക്ടർ സിന്ധുവിന്റെ ടീച്ചറാണ്. ഡാൻസ് പഠിപ്പിച്ചിരുന്നതാണ്, അന്ന് ഡാൻസ് പഠിപ്പിച്ചത്. അപ്പൊ ആ ടീച്ചറുടെ ഭർത്താവാണ് ആര്? വിപിൻ മോഹൻ എന്ന് പറയുന്ന ക്യാമറമാൻ. അപ്പൊ സത്യനന്ദിക്കാടിന്റെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എറണാകുളത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഈ വിപിൻ മോഹൻ ഞാനുണ്ട്, അഭിനയിക്കുന്നുണ്ട്, വേറെ ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ എനിക്കറിയാം, ഞാൻ പറയുന്നില്ല എന്തായാലും. അപ്പൊ ഈ വിപിൻ മോഹൻ ക്യാമറ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ചിരിച്ചു. നടനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആർട്ടിസ്റ്റ് ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ചിരിച്ചത് എന്ന് മനസ്സിലായില്ല. ചിരിച്ചിട്ട് ക്യാമറ കഴിഞ്ഞപ്പോൾ എൻ്റെ വിഷമം മുഴുവനും ഞാൻ ചെയ്തത് തെറ്റാണോ, പറഞ്ഞത് ശരിയായോ എന്നൊക്കെയാണ്. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹമാണ് വിപിൻ മോഹൻ. ഞാൻ ഇവിടുന്ന് ഒരു കല്ല് ചെറുതെടുത്ത് ഇയാളുടെ അടുത്തേക്ക് ഞാനിത് എറിയും, നിങ്ങൾ എന്തിനാണ് ചിരിച്ചേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാനത് പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പലരും അറിഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്, തൻ്റെ കൂടെ അഭിനയിക്കുന്നവർ അറിഞ്ഞു കഴിഞ്ഞാലും അത് കുഴപ്പമാണ്. ഞാൻ പറഞ്ഞു, പിന്നെ പറ, എന്നോട് പറ, ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാണ്, അടുത്ത വർഷം ഈ സമയത്ത് തനിക്ക് നിൽക്കാൻ നേരമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്നെ ആളുകൾ കൊത്തിക്കൊണ്ടുപോകുന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത്രയും ഗംഭീരമായി അഭിനയിച്ചു. അത് തൻ്റെ കൂടെ അഭിനയിക്കുന്നവർക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചതെന്ന്. മനസ്സിലായ? അതാണ് ഇവിടെ സംഭവിച്ചത്. നീ പറഞ്ഞിരുന്ന ആ വരികൾക്ക് ഇവർ ഇതെങ്ങനെ പാടുന്നു, ഇതെന്താണ്, അത്രയും വലിയ നിലയ്ക്കാണ് ഇവർ അതിനെ ആസ്വദിച്ചത്. മനസ്സിലായോ? അപ്പൊ നീ ഇനി എവിടെയൊക്കെ പോവും, എന്തൊക്കെ ചെയ്യും എന്നുള്ളതൊന്നും മോനെ ഒരാൾക്കും പറയാൻ പറ്റില്ല. ഇവരൊക്കെ അത് അനുഗ്രഹിച്ചു കഴിഞ്ഞു, അത്ര മാത്രമേ എനിക്ക് പറയാം. കിലുക്കം എന്നുള്ള സിനിമ വളരെ ഫേമസ് ആയതാണ്. അതിനകത്ത് ആ നമ്പർ വായിക്കും, 6, അതെ 5, അതെ 8, അതെ, അവിടെ തൊട്ട് എക്സ്പ്രഷൻ മാറും. പിന്നെ ലാസ്റ്റ് ഇത് അടിച്ചല്ലോ മോളെ എന്ന് പറഞ്ഞിട്ട് താഴെ വീഴുമല്ലോ. വീണിട്ട് ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും ചാടി വീഴുന്നല്ലോ. പ്രിയൻ ക്യാമറ കട്ട് പറയാതെ ചെയ്തതാണോ, അതോ ഇത് പ്ലാൻഡ് ആയിരുന്നോ, അതോ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്ത സാധനമോ? ഇത് പ്രിയൻ ആ സംഭവം തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ അടുക്ക പറഞ്ഞു, ഇതൊന്ന് എടുക്കണം. ഏത്? ഈ വീണ് കഴിഞ്ഞതിന് ശേഷം ഒരു അപ്പം ഞാൻ പ്രിയനോട് പറഞ്ഞു, ഞാനൊരു ആക്ടറാണ്, കുറേ കാര്യങ്ങൾ എനിക്കും അത്യാവശ്യമൊക്കെ അറിയാം എന്നുള്ള നിലയ്ക്ക്, പ്രിയ അത് വേണ്ട, അതിനൊരു ഭംഗി കിട്ടില്ല. പ്രിയൻ പറഞ്ഞു, ഭംഗി കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് താൻ നോക്കണ്ട, താൻ അങ്ങനെ ചെയ്യൂ. അതിന് എന്ത് രസം തിയേറ്ററിൽ വരുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ തിയേറ്ററിൽ വന്നപ്പോഴാണ് അതിൻ്റെ വലിയ ആ ഒരു ഇതുണ്ടായത്. കാരണം വീണ് ഓർമ്മയില്ലാണ്ട് കിടന്ന ആള് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് വന്നിട്ട് കാണിച്ചിട്ട് വീണ്ടും. പക്ഷെ അതിനേക്കാളും മുമ്പുണ്ടായിരുന്നത് പ്രിയൻ എന്നോട് എങ്ങനെയൊക്കെ ഇയാളെ ചീത്ത പറയാം, അത് എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്. എന്റെ തൊട്ടയൽവക്കത്തുള്ള 2 ആളുകള്, ഒന്ന് ചക്കച്ചാമ്പറമ്പിൽ വാറപ്പൻ, പിന്നെ ഒരാള്. അപ്പൊ ഇവര് 2 പേരും തമ്മില് അതിർത്തി തർക്കം വന്നു. ആ അതിർത്തി തർക്കം വന്നു കഴിഞ്ഞപ്പോ ഈ ചക്കച്ചാമ്പറമ്പിൽ വാർപ്പൻ അയാളോട് അവസാനം ഈ മറ്റേ ആള് തോറ്റ പോലെയായി. ഈ വഴക്കിൽ ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അവസാനം അയാൾ പറഞ്ഞു, തൻ്റെ കയ്യിലുള്ള ഒരാളെ കുഴൽപ്പണം ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. കാരണം ഇയാളുടെ മക്കളൊക്കെ നൈജീരിയയിലൊക്കെയാണ്. അപ്പം ഞാനൊരു ട്രൗസർ ഇട്ടിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടി ഇരിക്കുക. എനിക്ക് സ്കൂളിൽ പോണ പരിപാടിയൊന്നും ഇല്ലല്ലോ. മെയിനായിട്ട് അയൽവക്കത്തെ എന്തൊക്കെ നടക്കണം, അവിടെ പട്ടര കുളത്തിൽ കുളിക്കാൻ ആരൊക്കെ അടുത്ത പോയിന്റ് ഞാൻ വരുന്നുണ്ട്. അല്ലല്ല, അങ്ങനത്തെ അല്ല, എല്ലാവരും കുളിക്കണ്ടേ, വൃത്തിയായി നടക്കണ്ടേ. അത് അവര് ഏത് സോപ്പാണ് തേക്കുന്നതെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. പിന്നെ ബാക്കി പിന്നെ പറയാം. ബാക്കി ഒന്നും പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞ അവസാനം. അങ്ങനെ ഈ വാറപ്പേട്ടൻ ഈ സംസാരത്തിൽ വഴക്കിൽ തോറ്റ വഴിക്ക് പറഞ്ഞു, ഡാ അവസപ്പേ, ആദ്യം നീ അക്ഷരം പഠിക്ക്, അത് ഞാൻ പ്രിയനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ആ ലോട്ടറി കിട്ടിയതിന് ശേഷം
തിലകൻ ചേട്ടൻ്റെ അടുക്ക് നമ്മൾ പറയണത്. എന്തായാലും ഒരു വലിയ ഇൻഫർമേഷൻ ആണ്. കാരണം ഇതുവരെ ആർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. കാരണം കയ്യിൽ നിന്ന് ഇംപ്രവൈസ് ആണോ പ്രിയൻ പറഞ്ഞാണോ, പിന്നെ അതൊക്കെ എങ്ങനെ ഏത് അനുഭവത്തിൽ നിന്ന് കിട്ടിയാന്നുള്ളത്. താങ്ക് യു കേട്ടോ. അപ്പം അക്ഷുവിന് ഇന്ന് തരുന്ന മാർക്ക് 9.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. ഈ ഒരു എഫേർട്ടിന് ഒരു ഫുൾ മാർക്സ് കൊടുത്തില്ലെങ്കിൽ അത് കറക്റ്റ് അല്ലാന്ന് എനിക്ക് തോന്നി. അപ്പോൾ മോനെ അക്ഷയ്, എന്തോ മധുവങ്കിൾ മോന് തരുന്നു 9.75 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. അപ്പോ മോന് ഇന്ന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്സ് 29.50 ഔട്ട് ഓഫ് 30. താങ്ക് യു സർ. അപ്പോ അക്ഷയ് കുട്ടന് ഇന്ന് കിട്ടുന്നത് താങ്ക് യു സർ. ഒരു മുടിവെട്ട് പൂക്കുറ്റി. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകരും പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ടാറ്റാ. ബൈ ബൈ. പാട്ടിന്റെ പൊന്നല വിരിയിച്ച ശ്രുതി മധുരം കോഴിക്കോടിന്റെ സ്വന്തം ദേവനക്കുട്ടി. വെൽക്കം ദേവനശ്രീയ ഓൺ സ്റ്റേജ്. ആഹാ, എന്തൊരു ബ്യൂട്ടിഫുൾ കളറാണ് ആ ഉടുപ്പിന്റെ. ആ ഉടുപ്പിട്ടിരിക്കുന്ന ആളാണെങ്കിലോ സുന്ദരി. സുന്ദരി എന്ന് ഏത് പാട്ടാ പാടണേ? ദും ദും ദും. ദും ദും നാ 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 നാ. അതാണോ? അത് രണ്ടുപേര് ചേർന്ന് പാടിയ പാട്ടല്ലേ? അല്ല, 3 പേര്. 3 പേര്. 3 പേര് ഒറ്റയ്ക്ക് പാടാൻ പോണോ? പിന്നെ എന്റെ ഇഞ്ചി കുഞ്ചി അടിച്ച് പൊളിക്കൂല്ലേ? 3 ഇഞ്ചിക്കൊന്നുമില്ല ആണല്ലേ? പിന്നെ കുഞ്ചിയും കൂടെ കയറുമ്പോ 6 നമ്മളെ ഇതൊരു നല്ല ഡിഫിക്കൽട്ട് സോങ് ആണ്. പക്ഷെ ഓർക്കസ്ട്രേഷൻ ഇപ്പൊ ഇവര് തകർക്കും കേട്ടോ. നമ്മുടെ ടോപ്പ് ബാൻഡ് ഈസ് ഗോയിങ് ടു ബാങ്. യെസ്, ഇത് ശരിക്കും അതെ ചേട്ടൻ പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. നമുക്ക് നോക്കാം. God bless you, good luck. ഓളത് കലക്കുന്നറിയാം. ഓക്കെ, പൊളിക്കും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ദും
ഇഞ്ചി കുഞ്ചി ഓ പാട്ട് വളരെ നന്നായിരുന്നു, അതിനെക്കാട്ടി മനോഹരമായിരുന്നു ഡാൻസ്. അതിന് ഞാൻ പിന്നെന്തോ വെരി ഗ്രേസ്ഫുൾ, വെരി 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 ഗ്രേസ്ഫുൾ ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ഈ ഡാൻസേഴ്സിന്റെ ഇടയിൽ നമ്മുടെ കൊച്ചു കുഞ്ഞ് എന്ന് ഞാൻ കാണിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. ഇതിൽ ചില സ്ഥലങ്ങൾ അസാധ്യമായിട്ട് പാടി, അതായത് മണിമാറിൽ ഇന്ന് മണിയും, അതുപോലെ ജപമന്ത്രമോടെ ജലഗംഗ, ഈ 2 സ്ഥലമാണ് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയത്. പിന്നെ മോടെ ഈ ലാസ്റ്റിലത്തെ ഈ 3 ഇതില്ലേ, അവിടെ മെല്ലെ മെല്ലെ നിന്നെ മൂടിച്ചു, അതൊന്ന് പാടാമോ? നിൻ പ്രിയ സഖി ശകുന്തള വളർത്തുന്നവനെ മുല്ല മെല്ലെ മെല്ലെ പാടി. അവിടാണ് പ്രശ്നം. ഈ 3 സ്ഥലത്തും എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയായിരുന്നു. ആ സംഗതി സ്പീഡിൽ വന്നാലേ മോളെ പറ്റത്തുള്ളൂ. പിന്നെ പല്ലവിയിലൊരു ദൂതയ്ക്കും ഹംസങ്ങൾ എല്ലാ സ്പീഡാണ്. നാനീ തന്നാനീ താനിനി. അപ്പൊ അവിടെയൊക്കെ മോള് ഞാൻ ഇളുത്തിട്ട് ഈ സംഗതി പോവാണ്. ഇത് ഒറ്റ ശ്വാസത്തിൽ പാടേണ്ട എല്ലാം മോള് 2-3 പീസായിട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനൊരു ചെറിയൊരു പ്രശ്നം അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു പ്രാവശ്യം കൂടെ ഇവിടെ മോള് ഒന്ന് പാടണം. ടോട്ടലി ഇറ്റ് വാസ് വെരി ഗുഡ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡാൻസ്, ഇഞ്ചി കുഞ്ചിയുടെ ഡാൻസ് കണ്ണീന്ന് മായുന്നു. അതുപോലെ തന്നെ ഡാൻസേഴ്സ്, പിന്നെ ഓഫ് കോഴ്സ് തോട്ട് ബാൻഡ്. രസഗുല്ല അത്ര സ്വീറ്റ് ആയിരുന്നു. ഓ മൈ ഗോഡ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വേണമെങ്കിൽ ഒരു 2 പോയിന്റ് ടെമ്പോ കുറച്ചിട്ട് പാടാമായിരുന്നു എന്ന് എനിക്കൊരു തോന്നി. അവളുടെ പ്രായത്തിൽ ആ സംഗതി പെട്ടെന്ന് എല്ലാം പാടി വരുമ്പം കുറച്ച് കഷ്ടം. അത് ഒരു പോയിന്റ് ഒന്ന് കുറച്ചിട്ട് ആ സംഗതി ഒന്ന് കേട്ടാലോ? നിൻ പ്രിയ സഖി ശകുന്തള വളർത്തുന്നവനെ മുല്ല മെല്ലെ മെല്ലെ പാടി. ഓൾമോസ്റ്റ് അതുണ്ട്. അതാണ് ടെമ്പോന്റെ പ്രശ്നമാണ്. പിന്നെ എനിക്ക് ആ ഇടയ്ക്ക് ഇങ്ങനെ സൈഡിൽ ചെയ്തു അല്ലേ, പിന്നെ മൈക്ക് ഈ കയ്യിലാക്കിയിട്ട് ഈ സൈഡ് ചെയ്തു. അയ്യോടാ, അത് ഓവറോൾ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് ആണ്. കാണാൻ ഒരു 1000% ബ്യൂട്ടിഫുൾ ആയിരുന്നു. Thank you ma'am. യു ആർ ദ ക്യൂട്ടസ്റ്റ്. ലവ് യു ലഡ്ഡൂസ്. Love you too. സുന്ദരി വാവേ, Oh, നന്നായിരുന്നു കേട്ടോ. thank you. ഇതിപ്പോ മോള് മാക്സിമം നന്നായിട്ട് പാടിയിട്ടുണ്ട്. മോൾക്ക് പറ്റാവുന്ന രീതിയിൽ ഡാൻസ് കാലക്കി. Thank you sir. എനിക്ക് ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് എനിക്കൊരു ആഗ്രഹമുണ്ട്, അനുപമയും കൂടി സ്റ്റേജിൽ വരണം. ആണോ? എനിക്കെന്താ, ഞാൻ വരാം. പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണോ? അതെ അതെ. ഓ, ഇങ്ങനെ വന്നാ മതി. ഓക്കെ, റെഡി. ആഹാ, കലക്കി. ഓക്കെ, ടീച്ചറും സ്റ്റുഡന്റും വന്നായിരുന്നു. സൂപ്പർ. താങ്ക് യു ചേച്ചി. ആ കൊച്ചിനെ ചവിട്ടി കൂട്ടാഞ്ഞത് ഭാഗ്യം. ഇല്ല, മോളെ ഡാൻസും പാട്ടും ഒക്കെ നന്നായിന്ന് ഇവരെല്ലാവരും പറഞ്ഞു. ഞാനും അത് തന്നെ പറയണം. Thank you sir. നീ ഇത്ര ചെറിയ കുട്ടിയായിട്ട് എപ്പോഴും വലിയ വലിയ സ്റ്റെപ്പുകൾ സ്ട്രെയിൻ എടുത്തിട്ട് ചെയ്താൽ പാട്ട് പാടുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടുകൾ വരും. അത് വളരെ സൂക്ഷിക്കണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയണം. അതല്ലെങ്കിൽ നമ്മൾ അടുത്ത വരി പാടുമ്പോൾ നമുക്ക് കിട്ടാതെ പോകും ശ്വാസം. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. കലക്കി മോള്, കലക്കി. ഓക്കെ, Thank you sir. എന്താ ചോദിക്കാനുള്ളത്? എന്തെങ്കിലും ചോദിക്കാൻ വന്നോ? ചോദ്യം ഉണ്ടോന്ന്? ആണോ? ചോദ്യം ഉണ്ടോന്ന്? എൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി. അതെന്താ, ഞങ്ങളുടെ ബുക്ക് തീർന്നു. കംപ്ലീറ്റ് വാങ്ങിച്ചോണ്ടിരിക്കില്ല ആൾക്കാർ. ഇങ്ങനെ ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നും പല ഭാഷകളിൽ ഞാൻ തർജ്ജിമ ചെയ്ത് കൊടുക്കുക അല്ലേ? മധുവെങ്കലിന്റെ അടുത്തുണ്ടോ? അതെ, ഇല്ല, ഞാൻ പിന്നെ ഉള്ളൂ. ഒന്നും കൊണ്ടുവരുന്നില്ല. മധു എന്തിന്? കൊണ്ടുവരാം. ഒരു ചോദ്യം ഒരെണ്ണം ചോദിക്കേ.
അങ്കിളുടെ അതാ കറുത്ത പാറയിൽ വെളുത്ത കൊമ്പ്. ആന. ഇതാണോ? മോളെ, അതേ ഉള്ളൂ എന്റെ കയ്യില്. കഴിഞ്ഞില്ലേ? പോരെ? അവൾ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് പറയണം തോന്നി, അതുകൊണ്ട്. അപ്പൊ 11 ഗുണം 3 എത്രയാണ്? അങ്കിളെ ഞാനില്ല. 11 ഗുണം 11 to 3 1 11 into 3 അറിയില്ലേ? 30. 5 എത്രയാണ്? 33. 33 ഉറപ്പാണോ? അതോ 34 ആണോ? അല്ല 3. അപ്പൊ മോടെ ഇന്നത്തെ മാർക്ക് 7.75 out of 10. താങ്ക് യു. പ്രായം കണക്കാക്കുമ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി നമ്മളല്ലേ എല്ലാം ശ്രമിച്ചു പാടി ഡാൻസ് ചെയ്തു അല്ലെ, അതിന് എക്സ്ട്രാ മാർക്ക് കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ 8.75. താങ്ക് യു മാം. മധുവങ്കിള് മോൾക്ക് തരുന്നു 8.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. So you got 25 out of 30. താങ്ക് യു. ഇപ്പൊ എന്ത് പൂക്കുറ്റി വേണം? അത് മീനൂട്ടി ചേച്ചിക്ക് കണക്ക് കുറച്ചല്ലേ അറിയാവൂ. ആ അപ്പൊ ഒരു മീനൂട്ടി ചേച്ചിക്ക് ഒരു വെളുത്തുള്ളി പൂക്കുറ്റി. വെളുത്തുള്ളി ഇതൊക്കെ കഴിഞ്ഞ സീസൺ കൊടുത്തു മടുത്ത ഇത് ഞാൻ വെളുത്തുള്ളി ഔട്ട് ഓഫ് അല്ല, ഒരു കണക്ക് പൂക്കുറ്റി കൊടുക്കാം. അത് കൊടുത്തു. അങ്ങനെ നന്നാവട്ടെ. അല്ലേ? കണക്കില്ല പൂക്കുറ്റി കൊടുക്കാം. കണക്കില്ല, അപ്പൊ ഉള്ളതും കൂടി പോവും. ആ എന്നാ ശരി, കൊടുത്തോ. ആടി ഒരു കണക്കില്ല പൂക്കുറ്റി. Congratulations, you are awarded A extreme. അപ്പൊ നമ്മുടെ എല്ലാ പ്രേക്ഷകരും പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രീഡും നൽകുക. റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കണം. കേട്ടിട്ട് ആ റെക്കോർഡ് അങ്കിളിനോട് തരണം. ആ, ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കേ. ടാറ്റാ. ടാറ്റാ. All the best. ധും 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 ദൂരെ ഏതോ രാക്കിളിപ്പാട്ടിൽ തുടങ്ങി ഉത്സവം, നിലാവിൻ ഉത്സവം. ഗന്ധർവന്മാർ ദൂതയയ്ക്കും ദേവഹംസങ്ങൾ കുടഞ്ഞു കുങ്കുമം. സ്വരവീതിയുടെ കുട്ടിക്കുറുമ്പുകോട്ടിൽ നിന്നും സ്വരമധുരം പകരാൻ നമ്മുടെ തിരുവനന്തപുരംകാരി ശ്രീനന്ദക്കുട്ടി എത്തുന്നു. സോ വെൽക്കം ശ്രീനന്ദ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ. ശ്രീനന്ദ 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 ശ്രീനന്ദാനന്ദ. ഡാൻസും ചെയ്യുന്നുണ്ടല്ലോ എന്റെ ഒപ്പം പാടി, എന്റെ ഒപ്പം പാടിയപ്പോ. അപ്പൊ ശ്രീനന്ദ ഏത് പാട്ടാണ് പാടുന്നത്? ഏനന്ദ ഏത് പാട്ടാണ് പാടുന്നത്? കണ്ണനാരോ ഉണ്ണി കൺമണി ആരാരോ. കണ്ണനാരോ ഉണ്ണി കൺമണി ആരാരോ. ആ പാട്ടാണ്. ആരായി ആ പാട്ടിന്റെ മ്യൂസിക്? ഔസേപ്പച്ചൻ സാർ. ആ, ഈ പാട്ട് എന്റെ ഞാനാ മ്യൂസിക്. അത് എഴുതിയതാരാണ്? ബിജു തിരുമല സാർ. ഈ പാട്ട് എഴുതിയത് ഞാനാ. എന്തായാലും ഇന്നത്തെ ഡ്രസ് കലക്കി. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. പാട്ടും അതുപോലെ ആവട്ടെ. ഓക്കെ സർ. കണ്ണനാരോ ഉണ്ണി കൺമണി ആരാരോ.
വെരി ഗുഡ് വെരി ഗുഡ്. നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. നല്ല രസം ഉണ്ടായിരുന്നു. മോക്ക് നല്ലൊരു വോയിസ് ഉണ്ട്. അപ്പോൾ ആ ശബ്ദത്തിലൂടെ നല്ല നല്ല സുഖമാണ് പാട്ടുകൾ കേൾക്കുമ്പോൾ. അത് കാരണം പാട്ടുകൾ നന്നായിട്ട് പാടിയ സംഗതികളൊക്കെ നന്നായിട്ട് പാടിയ അതുപോലെ തന്നെ കേൾക്കും. പക്ഷെ എന്തെങ്കിലും സ്ലിപ്പ് വന്നാൽ അതുപോലെ തന്നെ നമുക്ക് കേൾക്കും. മോള് നേരത്തെ വന്ന വഴിയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കാരണം പല പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ശ്രുതി ശ്രദ്ധിക്കണം എന്ന് പറയത്തില്ല. അപ്പോൾ അത് ഇന്ന് മോള് കുറച്ച് ശ്രുതി നന്നായിട്ട് ശ്രദ്ധിച്ച് പാടിയിട്ടുണ്ട്. ഓക്കെ സർ. പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യണം. അതായത് സൗഭാഗ്യം തേടുന്ന ജന്മം എനിക്ക് ആദ്യം പാടിയപ്പോൾ അതിന് നോട്ട് ക്ലിയർ ആയില്ല. ലാസ്റ്റിൽ അത് വീണ്ടും റിപ്പീറ്റ് വെരി എൻഡ് റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയി. എന്നാലും യഥാർത്ഥത്തിൽ അത് എന്തുവാ ക്ലിയർ ചെയ്താ. താനെ തല ചായ്ക്കും സൗഭാഗ്യം തേടും നിൻ മൗനം, തേടും നിൻ മൗനം. അവിടെ എല്ലായിടത്തും ഒരടി കൊടുക്കും. തേടും നിൻ മൗനം. എന്നാലേ നമുക്ക് പെട്ടെന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് അത് ഏത് നോട്ടാണെന്ന് പിടികിട്ടത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നേ എല്ലാം വീട് ചൊല്ലിയകലും നോരേകാകി ഗമനം. അതൊന്ന് അടിച്ചു പാടിക്കേ. നമുക്ക് മനസ്സിലാക്കാനാണേ. ഫ്യൂച്ചറിൽ അടിച്ചു പാടരുത്, പക്ഷെ അതിനകത്ത് ഒരു സ്ട്രെസ് കൊടുക്കണം. അതാ ഇപ്പൊ അടിച്ചു പാടിയാലേ മനസ്സിലായി. ഓക്കെ. താനെ തല ചായ്ക്കും സൗഭാഗ്യം തേടും നിൻ മൗനം, എല്ലാം വീട് ചൊല്ലിയകലും നോരേകാകി ഗമനം. കറക്റ്റ്. അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് വന്നു. മനസ്സിലായില്ലേ? ഓക്കെ സർ. ഔസേഫ് ചേട്ടന്റെ പാട്ടുകൾക്കെല്ലാം അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സ്വീറ്റ്നെസ്, നല്ല ഗ്ലൈഡ്, നല്ല ഭാവം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രുതിശുദ്ധത. ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന് പോകുമ്പോഴും നമുക്ക് ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ മനസ്സിലാക്കിയിരിക്കണം അവർക്ക് എന്താണ് വേണ്ടത്. രാജാ സാറിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവർക്ക് എന്താണ്, അവർക്ക് ഇന്നത് പാടിക്കൊടുത്താൽ മതി, പാടുന്ന തന്നെ പാടിക്കൊടുത്താൽ മതി. ജോൺ ചേട്ടൻ പാടുന്ന തന്നെ പാടിക്കൊടുത്താൽ മതി. ഔസേപ്പൻ ചേട്ടന് പാടിക്കൊടുക്കുന്നതിനകത്ത് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്തെങ്കിലും നല്ലത് പാടുകയാണെങ്കിൽ സ്വീകരിക്കും. വിദ്യാസാഗർ അതുപോലെ തന്നെ എന്തെങ്കിലും പാടിക്കൊള്ളാൻ പറയും, നല്ലത് കിട്ടിയാൽ സ്വീകരിക്കും. AR റഹ്മാൻ റെക്കോർഡ് ചെയ്യുന്നേ അറിയത്തില്ല, 5-6 പ്രാവശ്യം എങ്ങനെ വേണേൽ പാടിക്കണം, സ്കെലിറ്റൻ മാത്രം തരും ട്യൂണിൻ്റെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ SP വെങ്കടേഷ് ഓരോരുത്തരുടെ ഇംഗിതം അനുസരിച്ച് പാടാൻ പഠിക്കണം ഇനി ഫ്യൂച്ചറിൽ. മനസ്സിലായോ? വെരി ഗുഡ് ഇംപ്രൂവ്മെന്റ്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ശ്രീനന്ദ മാം. ഐ എം വെരി ഹാപ്പിയാണ്. താങ്ക് യു. ശ്രീനന്ദന്റെ വോയിസിൽ ഒരു സ്റ്റെബിലിറ്റി ഞാൻ കാണാറുണ്ട്, ഒരു പ്രോഗ്രസ് ഉണ്ട് തീർച്ചയായിട്ടും. എസ്പെഷ്യലി അനുപല്ലവി ചരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോൾക്ക് തന്നെ കേൾക്കുന്നില്ലാത്ത രീതിയിൽ ഒരു താഴെയുണ്ട് ഈ പാട്ടോ, അങ്ങനെയാണോ? ഒരു നോട്ട് കൂട്ടി നമ്മൾ ചരണം ഒരു തോളിൽ വരുമ്പോ ആ ഒരു കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു എന്ന് പറയുന്ന ആ വേർഡ് വരുമ്പോ ഒരു തോളിൽ കേട്ടല്ലോ, അല്ലാതെ പാടുമ്പോ ശരിയാവാറില്ല. ഇപ്പൊ കേട്ടല്ലോ, അപ്പൊ പറ്റും. അല്ല, എനിക്ക് തോന്നി ജനറൽ വോയിസിന്റെ പ്രസൻസിന് വേണ്ടി ഒരു സെമിറ്റോൺ പോലും അതൊന്ന് കൂട്ടി വെച്ച് പാടാമോ എന്ന്. എനിക്കൊന്ന് ട്രൈ ചെയ്യാമോ? നെഞ്ചിനുള്ളിൽ ഏതോ ഇരുൾ മാളങ്ങൾ, കണ്ണിൽ നീളും സ്വന്തം നിഴൽ. എത്ര സ്വീറ്റ് ആയിട്ടുണ്ട്, വളരെ നന്നായിരിക്കുന്നത്. ഇത് ദിസ് ഇസ് മച്ച് ബെറ്റർ. എനിക്ക് എപ്പോഴും തോന്നുന്നു ശ്രീനന്ദ പെറ്റുന്ന ശ്രുതിനേക്കാൾ ഒരു ശ്രുതി താഴെ വെക്കുന്നു. ബിക്കോസ് ഒരു എന്തോ ഒരു കോൺഫിഡൻസിന്റെ പോരായ്മ. അപ്പോൾ അതുകൊണ്ട് വോയിസിന്റെ ടോണാലിറ്റി എത്ര സ്വീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ചരണം കേട്ടു. എനിക്ക് ജസ്റ്റ് ഒരു പെട്ടെന്ന് ഒരു ക്വിക്ക് ലൈൻ ഞാൻ പാടിത്തരാം. பூஜை செய்ய போகிறேன், என் சோலையில் நானும் போவானேன். லலலலலலா, சின்ன குயில் பாடும் பாட்டு கேக்குதா? குக்கு 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 குக்கு. தம்பிகளே தங்கைகளே, தேரில் என்னை ஏற்றுங்கள், உல்லாசமாய் உற்சாகமாய் ஊரை சுற்றி காட்டுங்கள். சின்ன கோயில் பாடும் பாட்டு கேட்குதா?
മലയാള കരയോരം തമിഴ് പാടും കുരുവി. തലയാട്ടി തലയാട്ടി മനമയങ്ങത് മയങ്ങതമ്മ. അത് എനിക്ക് മലയാള കരയോരം വന്ന് തമിഴ് പാടുന്ന കുരുവിയാണെങ്കിൽ കൊള്ളാലോ. മകളെ ശ്രീനന്ദ, നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. താങ്ക് യു. ദൈവം എന്താ കാരണം? ദൈവം നല്ലൊരു ശബ്ദം തന്നിട്ടുണ്ട്. നല്ല നല്ല ഡെപ്ത് ഉള്ള വോയിസ്, നല്ല മെച്യൂരിറ്റി ഉള്ള വോയിസ്. താങ്ക് യു സർ. അപ്പൊ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടേ പാടാവുള്ളൂ. ഓക്കെ സർ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ സർ. അപ്പോൾ എനിക്കും തോന്നിയത് സൗഭാഗ്യം തേടുന്നൻ മൗനം, പിന്നെ കാതങ്ങളിനിയും 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 അതാണോ നോട്ട്? അവിടെ ചെറിയൊരു കാതങ്ങളിനിയും അവിടെ ചെറിയൊരു വിറയല് പോലെ. ആർക്കും എനിക്കാ? അല്ല അതല്ല, അത് അതുകൊള്ളാലോ. അങ്ങനെ വരുന്നത്. അതെങ്ങനെയാണ് ആ വിറയലെങ്ങനെയാ? വിറയലെങ്ങനെയാ? പാടിക്കോ. കാതങ്ങളിനിയും ഓക്കെ, യാത്ര തുടരാൻ. വെരി നൈസ്. അപ്പൊ വിറയലല്ല, ഗമകം എന്ന് പറയുന്നതിന്. ഓക്കെ. അപ്പൊ എന്തായാലും ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. ഓക്കെ സർ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഈ പറഞ്ഞതുപോലെ നിന്നിൽ നിന്നാണോ ഈ ശബ്ദം വരുന്നതെന്നൊരു സംശയം തോന്നും പെട്ടെന്ന് കേൾക്കുമ്പോൾ, കേട്ടാ. അതുപോലെ തന്നെ നിന്റെ അക്ഷരസ്ഫുടത അതും വളരെ ഗംഭീരമായി. മറ്റുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് പറയാൻ അറിയില്ല. എന്തായാലും വളരെ നന്നായിരിക്കണു. ഇനിയും നന്നായി പാടും എന്ന് എനിക്ക് തോന്നുന്നു എന്ന് മാത്രമല്ല, അതൊരു ഉറപ്പാണ് അല്ലേ? മനസ്സിലായിട്ട് പാടും, നന്നായിട്ട് പാടും. പക്ഷെ ചേട്ടനെ ഞാൻ പണ്ട് ഒരുപാട് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ മറന്നുപോയോ? ഏത് പാട്ട്? ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഞാൻ പേടിച്ചു പോയി എന്നെ പഠിപ്പിച്ച പാട്ട്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഈ പറഞ്ഞതുപോലെ ഗൾഫിലോ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. കാരണം ഓർക്കസ്ട്ര തുടങ്ങുന്ന സ്ഥലത്ത് ഞാൻ പാടി തുടങ്ങും. അവിടെ നിന്ന് കറക്റ്റ് സമയത്ത് വേണ്ടേ തുടങ്ങാനൊക്കെ. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് നിന്നിട്ട് കാണിക്കും, ഇത് കൈ കാണിക്കുന്ന വഴിക്ക് ഞാൻ അവിടെ നിന്ന് പിടിക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും കുട്ടി നന്നായി വരട്ടെ, പ്രാർത്ഥിക്കാം. ഓക്കെ. ഓക്കെ സർ. അവക്ക് ടങ് ട്വിസ്റ്റർ ചോദിക്കണം. എപ്പോഴും കുസൃതി ചോദ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. ശരി. പിന്നെ ഇതൊരു പാട്ടിന്റെ വേദി ആയതുകൊണ്ട് ഒരു പാട്ടിലെ ടങ് ട്വിസ്റ്റർ പറയാം. മഴ മഴ മലകളിൽ ഇളകിടും ഇലകളിൽ ഒരു മഴ പെരുമഴ എന്തു മഴ. നല്ല മഴ. സൂപ്പർ മഴ. അക്ഷരങ്ങളുടെ പെരുമഴ. ഇങ്ങനെയുണ്ട്. മഴ മഴയൊഴുകിടും അരുവിയിലടവിയിൽ ഒരു കടലല ഇതിൽ എന്തു മഴ. മഴ മഴയുടെ വഴികളിൽ ഇവിടവിടെയും ഇടതടവില്ലാതിടുമ്പോ മഴ. പടാൻ പറ്റുമോ? ഗുഡ് നൈറ്റ്. കാണാം. ഓക്കെ ബൈ. മഴ 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 മലകളിൽ ഇളകിടും മഴ മഴ മലകളിൽ ഇളകിടും ഇലകളിൽ മഴ മഴ മലകളിൽ ഇലകിടും ഇലകളിൽ ഒരു മഴ പെരുമഴ ഒരു മഴ പെരുമഴ എന്തു മഴ. ഒരു മഴ പെരുമഴ എന്ത് മഴ. അതെ, അത് ടെമ്പോയിൽ പാടണം. മഴ മഴ മലകളിൽ ഇലകിടും ഇലകളിൽ ഒരു മഴ പെരുമഴ എന്തു മഴ. ഏത് മഴ? കളകളം ഒഴുകുമ്പോൾ അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. അത് പറയും. കളകളം ഒഴുകുമ്പോൾ അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാര്യത്തിലൊക്കെ ഞങ്ങളുടെ മീനുട്ടി എവിടാണ്? അവിടെ നിൽക്കുക. 17. അതെ, മോടെ ഇന്നത്തെ മാർക്ക് 8.5 out of 10. താങ്ക് യു സർ. ഞാനും 8.5. താങ്ക് യു മാം. ശ്രീനന്ദക്കുട്ടി സർ. ഞാനും 8.5. താങ്ക് യു സർ. So you got 25.5 out of 30. താങ്ക് യു സർ. അപ്പോ ശ്രീനന്ദക്കുട്ടിക്ക് ഇന്ന് ഞങ്ങൾ തരുന്നു A extreme. താങ്ക് യു സർ. ഗുഡ് ജോബ്. താങ്ക് യു സർ. Congratulations, you are awarded A extreme. താങ്ക് യു സർ. പാട്ടും പെർഫോമൻസും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. മഴ മഴ മലകളിൽ ഇളകിടും ഇലകളിൽ ഒരു മഴ പെരുമഴ എന്തു മഴ. മഴ മഴയൊഴുകിടും അരുവിയിലടവിയിൽ ഒരു കടലല ഇതിൽ എന്തു മഴ.
തിരിനാളം രാവു പകലൊരു പോലെ വിരിയണ താരം. AC വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ മൈജി എടുക്കുന്ന സൂപ്പർ കൂൾ AC ഓഫറിലൂടെ ഇഷ്ടപ്പെട്ട മോഡൽ AC കൂളായി തിരഞ്ഞെടുക്കാം. ഏറ്റവും മികച്ച ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡൽ കൺവേർട്ടബിൾ ഇൻവെർട്ടർ ACകളുടെ വൈവിധ്യമാർന്ന കളക്ഷൻ ആണ് മൈജി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ACകൾക്ക് 10 വർഷം കംപ്രസർ വാറണ്ടിയും കൂടി ലഭിക്കുന്നു. വമ്പിച്ച ഡിസ്കൗണ്ടും ഫിനാൻസ് സൗകര്യവും മൈജിയുടെ പ്രത്യേകതയാണ്. കൂടാതെ തിരഞ്ഞെടുത്ത മോഡൽ AC വാങ്ങുമ്പോൾ സ്റ്റെബിലൈസർ സൗജന്യമായി നേടാം. മൈജിയുടെ കേരളത്തിലുടനീളമുള്ള എല്ലാ ഷോറൂമുകളിലും ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇനി വേറൊരു റേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് മോഡൽ AC സ്വന്തമാക്കൂ മൈജിയിൽ നിന്നും. മൈജി സൗത്ത് ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഡിജിറ്റൽ റീറ്റെയിൽ നെറ്റ്വർക്ക്. MG അങ്കിളെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ്? സംശയമില്ല, അക്ഷിത്. വെൽക്കം അക്ഷിത് ഓൺ സ്റ്റേജ്. അപ്പോൾ നമ്മുടെ പാട്ടും പെർഫോമൻസുകളും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇന്നത്തെ എപ്പിസോഡ് നല്ലോണം എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണും. അതുവരേക്കും എല്ലാവർക്കും 90+ മൈ ട്യൂഷൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ മാറ്റുരയ്ക്കാൻ നിങ്ങൾ പാട്ട് പാടുന്ന ഒരു വീഡിയോ ദൃശ്യവും ബയോഡാറ്റയും ടോപ്പ് സിംഗർ @flowers.tv.in എന്ന മെയിൽ ഐഡിയിലേക്കോ 8111990913 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ ഞങ്ങൾക്ക് അയക്കുക.